മനാഫേ ഹോപ്പാ ഓ വാപ്പാ ഞമ്മക്കിന്ന് പെരുത്ത് സങ്കടമായി. ഇത്ര സങ്കടപ്പെട്ട് എന്തിനു വാപ്പാ പെടുക്കാൻ പോകുന്നത്? എടാ ഒത്തിരി വിഷമമായെന്ന്. ഓ അങ്ങനെ. ഏതായാലും പടച്ചോന്റെ കൃപ കൊണ്ട് അനക്ക് ദുബായ് പോകാനുള്ള വിസ എല്ലാം ഏർപ്പാടായിട്ടുണ്ട്. ഇനി കളിച്ചിരിച്ച് അടക്കല്ലേ. ഇല്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയോളാം. അത്രേ ഉള്ളു. എന്തുവാടാ ഇത്? ബാറ്റ് എത്ര ശ്രമിച്ചിട്ട് ഈ ബാഗിനകത്ത് കേറുന്നില്ല വാപ്പാ. നമുക്ക് അമക്കി നോക്കി എന്നിട്ടും കേറുന്നില്ല. അനക്ക് എത്ര അനക്കിട്ടും കാര്യമില്ല, ഇതിനകത്ത് ഇത് കേറൂലെന്ന്. നമ്മള് പറയുന്നത് എന്താ അനക്ക് മനസ്സിലാവത്തെ? മനസ്സിലാക്കാം. ഈ നാളെ ദുബായ് ചെല്ലുമ്പോ അവിടെ ഒരാൾ വരും, കാതർക്കാൻ. പടച്ചോനെ എന്റെ കാത്. എടാ മുതു കണ്ട എന്റെ കാതർത്ത് മാറ്റുന്ന കാര്യമല്ല പറഞ്ഞേ. പിന്നെ നമ്മുടെ ചെങ്ങായി കാതർ ഇക്ക. ഓ അങ്ങനെ അങ്ങനെ. ഓനെ ഈ കണ്ടുടനെ ഈ ഞമ്മളെ വിളിക്കണം. വാപ്പാ എടാ ഇപ്പൊ വിളിക്കാല്ലോ, അവിടെ എത്തിയിട്ട് വിളിക്കണമെന്ന്. അതല്ല, ഈ പെട്ടിയുടെ കൈ കയറിയിരിക്കുവാ വാപ്പാ. ആ കയ്യങ്ങെടുത്ത് മാറ്റി. അതിനേക്കാളും നല്ല വാപ്പയുടെ ചന്തി എടുത്ത് മാറ്റുന്നല്ലേ ഈ ചെറുക്കനെ കൊണ്ട്. അയ്യോ വാപ്പാ, എനിക്ക് ദുബായ് ചെന്ന് ആരുടെയും കീഴിൽ ജോലി ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ എനിക്ക് നാട്ടിൽ തന്നെ നിന്ന് ഡോക്ടറോ എഞ്ചിനീയറോ ആവണം. അതാണ് എന്റെ ആഗ്രഹവും സ്വപ്നവും. അടച്ചോനെ, എന്റെ പുള്ളയുടെ സ്വപ്നങ്ങളെ. കൊലക്കച്ചവടം നടത്തുന്ന ജാഫറിന്റെ നമ്പർ ഈ ഒന്നോനെ വിളി. ജാഫറിനെ എന്തിനു ഞാൻ ഇപ്പൊ വിളിക്കണം? 10 വാറ്റ് അനക്ക് പഴം കിട്ടും, പഴം. എന്റെ പ്ലാനിങ് ഇതൊന്നും അല്ല. പിന്നെ എന്റെ ഉദ്ദേശം എന്താ? എന്റെ പ്ലാനിങ് അനുസരിച്ച് ആദ്യമേ വാപ്പയുടെ നിന്ന് കുറച്ചുകൂടാൻ പൈസ വാങ്ങിക്കുക. എന്നിട്ട് ആ പൈസ കൊണ്ട് നേരെ ദുബായ് പോവാ. എന്നിട്ട് ദുബായ് ചെന്നിട്ട് ഒരു ഓട്ടോ വാങ്ങിക്കുക. എന്നിട്ട് ദുബായ് മുക്കില് മൊത്തം ആ ഓട്ടോ അതാ ഇങ്ങനെ ഇരുന്ന് ഓടിക്കണം. എന്തിനാ ഓട്ടോ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നേ? ഇത്ര സ്ഥലം ഉണ്ടല്ലോ, നമുക്കൊരു അറബിയെ ഇരുത്താം. ഓ ഐഡിയ കൊള്ളാം. ദാ ടിപ്പിലോടിക്കുന്ന ഷമീറിന്റെ നമ്പർ ഇതൊന്ന് വിളി. ഷമീറിനെ എന്തിനു ഞാൻ ഇപ്പൊ വിളിക്കണം? ഓൻ ഒരു ലോഡ് മണ്ണിറക്കുമ്പോ അത് വാരി തിന്ന്. എടാ എന്റെ കുട്ടിക്കളി ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. ബുദ്ധിയില്ലായ്മ, മണ്ടത്തരം. അതെങ്ങനെയാ? വാപ്പയുടെ ബുദ്ധിയല്ലേ എനിക്ക്. മോനെ മനാഫേ. ഇത് വാപ്പാ. മോനി കട്ടിലെ കയറി ഒന്ന് കിടക്കാവോ? എന്തിനു വാപ്പാ? അന്റെ വായി കയറി ഇരിക്കാൻ. വാ തുറന്നു കഴിഞ്ഞാൽ തറുതലല്ല, ഒന്നും പറയില്ല. എടാ അന്റെ ഈ പ്രായത്തില് ഞമ്മള് ഗൾഫില് ചുട്ടു പൊള്ളുന്ന മണലില് കിടന്നുരുളുവായിരുന്നു. അതുപോലെ ആരെങ്കിലും അനക്കറിയാവോ? ആര്? കപ്പലുണ്ട്. കപ്പലുണ്ടിയാ? എടാ അനക്ക് കളിയാക്കാല്ല വേറെ എന്തേലും അറിയാവോടാ? അനക്കൊന്നും അറിയത്തില്ല. എടാ ഞമ്മള് പണ്ട് കൊച്ചി കടലില് ഉരു കയറിയായിരുന്നു ഗൾഫിൽ പൊക്കോണ്ടിരുന്നത്. എന്തുവാടാ ഇത്? വാപ്പല്ലേ പറഞ്ഞു ഇതുകൊണ്ടല്ലേ ഗൾഫിൽ പോകാൻ പറ്റത്തുള്ളൂ. എടാ പുല്ലേ, അത് വിസ, ഇത് പിസ. നമ്മൾ എന്താ പറയുന്നത്, ഈ എന്താ കേക്കുന്നത്? നമ്മളെവിടായിരുന്നു പറഞ്ഞു നിർത്തിയേ? വാപ്പ കുരു കയറിയാ ഗൾഫിൽ പോയത്. നമ്മളപ്പോ കുരു കയറി. കുരുവോ? കൊച്ചി. അറബിക്കടലിന്റെ അനിത. അറബിക്കടലിന്റെ റാണി എന്നല്ലേ? റാണിയായിട്ട് ഞാൻ പിണക്കത്തില്ല, അതുകൊണ്ട് അവളുടെ അനിയത്തി അനിതയുടെ പേര് ഞാൻ എടുത്തു. കണ്ടിന്യൂ. അന്റെ ഈ പ്രായത്തില് നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. 5-6 പോലീസ് കേസ്. വീട്ടിൽ ചെന്ന നാട്ടുകാരെ കുറ്റവും പെടും. അതും പോയി കഴിഞ്ഞിട്ട് ബാപ്പയുടെ തെറിവിളിയും ബഹളവും മൊത്തം ഞമ്മള് കേക്കണം. ചെറിയ പൊടുപ്പൊന്നും അല്ലല്ലോ പൊടിച്ചു വെച്ചേക്കുന്നത്. ഇതിനേക്കാളും ഭേദം ഞാൻ തന്നെയാ. ഈയിടെ ഞമ്മള് പറയുന്ന ഈ കേക്ക്. ഒരു ദിവസം ടെക്സ്റ്റൈൽസിലെ കവറില് ഒരു മുണ്ടും ഒരു ബനിയനും മാത്രം ഇട്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് ഞമ്മള് സങ്കടത്തോടെ ഊര് പോകുന്നിടത്ത് പോയി നിന്ന് വാപ്പാ. ജട്ടി എടുക്കാൻ മറന്നല്ലേ? പോടാ നമുക്ക്. ഞമ്മള് പറയുന്ന ഈ കേൾക്കുന്ന എത്ര ആഴ്ച പറഞ്ഞു? വാപ്പ പറ. അങ്ങനെ ഉരു പോയി കടലിന്റെ നടുക്കെത്തിയപ്പോഴാണ് ഞമ്മക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? ഞമ്മടെ വഴി തെറ്റി. വാപ്പ പണ്ടേ വഴി തെറ്റിയോണ്ടാണല്ലോ വാപ്പ ദുബായിലോട്ട് പറഞ്ഞു വിട്ടു. എടാ അതല്ലടാ, പിന്നെ ഉരുവിന്റെ വഴി തെറ്റി. എങ്കിൽ അടുത്തുള്ള ആരോടെങ്കിലും വഴി ചോദിച്ചോട്. കടലിൽ നടക്ക് എന്റെ കൊച്ചാപ്പ മുറുക്കാൻ കട ഇട്ടേക്കുവാണല്ലോ ചോദിക്കാൻ. വാപ്പയെ പോലല്ല, കൊച്ചാപ്പയ്ക്ക് ജീവിക്കാൻ അറിയാം. ഗുണ്ട ബിജുവിന്റെ നമ്പറാ. ഈ ഓനെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് നമ്മുടെ കയ്യും കാലും തല്ലി ഒടുക്കി. എന്തിനു വാപ്പാ? പൊട്ടിയ സിനിമയുടെ ഉത്തരവാദിത്തം സംവിധായകനും കൂടെ ഉള്ള. എനിക്കിത് കിട്ടണം. ആ ഫോണിങ് എടുക്കടാ. ഹലോ, കള്ള വിഷയ? ഫോൺ ചതിച്ച?
എന്തുവാണ് അവൻ കാണിച്ചത് കണ്ടോ? ഇനി വീഡിയോ കോളല്ലോ സാധാ കോളല്ലേ? എടാ അതല്ല, നമ്മുടെ ചെങ്ങായി കാതറ് നമ്മളെ ചതിച്ചടാ. എന്റെ ഇത് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് അനക്കടിച്ചു തന്ന അവൻ കള്ള വിസ. പടച്ചോനെ, ഇനി നമ്മൾ എന്തോ ചെയ്യും? വാപ്പാ എന്താ ഇത്? റബ്ബർ ഷീറ്റ് അടിക്കണം ബാപ്പുവിന്റെ നമ്പറാ. എന്തിന്? വാപ്പ എന്നോനെ വിളി. ഞാനെന്തിനാ ബാബുവിനെ വിളിക്കുന്നത്? ഓനെ വിളിച്ചിട്ട് ഒരു ഷീറ്റ് റബ്ബർ കൊണ്ടുവരാൻ പറ. എന്നിട്ട് അതിരുന്ന് വലിച്ചോണ്ടിരി. മനാഫേ, പോ വാപ്പാ. ഇന്ന് വീട്ടിൽ അച്ഛനും അമ്മ ഇല്ലാത്തോണ്ട് അപ്പൂപ്പന്റെ കാര്യം നോക്കാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഇന്നലെ വാങ്ങിച്ച സാധനമല്ലേ ഇത്? തീർന്ന? അയ്യോ, അത് വെച്ചാ ഞാൻ ഈ ബലൂൺ പെരിപ്പിച്ച്. ഭഗവാനെ, അതിന്റെ നേരത്തെ ദേവിയൊന്നും ഇപ്പൊ ഭഗവാനെന്നും വിളിക്കുന്നത്. എപ്പോഴും ഒരാളെ വിളിച്ച് എങ്ങനെയാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ആ ശരിയാ. മക്കളെ കുഞ്ഞൂട്ടാ, ഓ ഈ അപ്പൂപ്പൻ ഇനി അധിക കാലമൊന്നും ഇല്ലടാ. ദേ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 12 കൊല്ലം. ഇത് വല്ല നടക്കൂടി? അപ്പൂപ്പ, എനിക്കൊരു സംശയം. എന്ത്? ഈ കാലനുണ്ടല്ലോ, ഉണ്ട്. പുള്ളി വരുമ്പോ അപ്പൂപ്പൻ എവിടെ പോയി ഒളിച്ചിരിക്കുന്നത്? പറഞ്ഞു തരാടാ, വാ. ആ പഴമയുടെ മാധുര്യം, പൈതൃകത്തിന്റെ പുണ്യം. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനൊരു സാധനം കേട്ടിട്ടില്ല. സ്വയംഭ സാധനം. അപ്പൂപ്പ, ഞാനിത് സ്കൂളിൽ പറയുന്നോണ്ട് കോപ്പിറൈറ്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഈ അപ്പൂപ്പനെ ഇങ്ങനെ കളിയാക്കിക്കോളാ. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ ഏതോ ഒരു ജീവി അപ്പൂപ്പന്റെ ഈ നെഞ്ചത്തും വയറ്റത്തും കിടന്ന് എഴയുന്നതായിട്ട് ഈ അപ്പൂപ്പ സ്വപ്നം കണ്ടാ. അത് ഇന്നലത്തെ ഒരു തമാശക്ക് ഞാൻ ചെയ്തത്. നിന്റെ കോമഡി ഉണ്ടാക്കാൻ ഇത് ബമ്പർ ചിരിയുടെ ഫ്ലോറും ഇത് കാർത്തിക് സൂര്യ അല്ല. തീർന്ന് ഓടെ വീണ്ടും വന്നല്ല. അപ്പൂപ്പ, ഇന്നൊന്നും ചത്ത് കളഞ്ഞേക്കല്ലേ. നാളെ എനിക്ക് ടൂറ് കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് ചത്തോണം. അപ്പൂപ്പിനെ ഒന്ന് പിടിച്ചാ ഞാൻ എഴുന്നേക്കട്ടാ. എനിക്കങ്ങും വയ്യ, പോടുന്നു. പഴുത്തല വീഴും, പച്ചില ചിരിക്കും. ദോ സുമതി അമ്മൂമ്മ ചന്തേ പോന്നു. എവിടെ? പഴുത്തലക്ക് ഒരു കുരുവില്ലല്ലോ. ഇരി. മക്കളെ കുഞ്ഞുട്ടാ, എന്തോ? നീ ഇപ്പൊ വലുതാവണ്ടോ? പിന്നെ അല്ല, ആവണം. നീ പണ്ട് കൊച്ചായിരുന്നപ്പോ അപ്പൂപ്പിന്റെ ഈ മടിയിലിരുത്തി ഞാൻ നിനക്ക് എന്തുമാത്രം കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അപ്പൂപ്പ. അന്ന് എന്റെ അരയിലിരുന്ന സ്വർണ്ണ അരിഞ്ഞാണം പോയതിനു ശേഷമല്ലേ അമ്മ അപ്പൂപ്പനെ കൊണ്ട് ആ കഥ പറച്ചിൽ അങ്ങ് നിർത്തിച്ചത്. ഓടെ മോട്ടിച്ച കാര്യം പറഞ്ഞു. ഇനി 1/2 മണിക്കൂറത്തേക്ക് ഓർക്കായിരിക്കും. ചുമ്മാ. അയ്യോ മക്കളെ കുഞ്ഞൂട്ടാ, ഭയങ്കര തലവേദന എടുക്കുന്നു. ആ കറുപ്പും വെളുപ്പും ചേർന്ന ഗുളിക ഇങ്ങെടുത്ത് കഴിക്കട്ട്. ഒരാഴ്ചയായിട്ട് ആ മരുന്ന് കഴിക്കുന്നു, ഒരു മാറ്റവും ഇല്ല. എങ്ങനെ മാറായിരിക്കും? ഒരാഴ്ചയായിട്ട് പറക്കി തിന്നോണ്ടിരുന്ന പല്ലിക്കാട്ടമായിരുന്നു. ഗുളിക പൊട്ടിക്കാതെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എന്തിനാ പല്ലി കരയുന്നത്? പിന്നെ എന്റെ ക്ലോസറ്റ് അടച്ച അതിന് ദേഷ്യം വരില്ലേ? നീ അതെല്ലാം വിട്. നീ ഒരു കാര്യം കേൾക്കണം. നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണം ഈ അപ്പൂപ്പന് കുറച്ച് ഉപദേശങ്ങളൊക്കെ തരാൻ. ഉപദേശിച്ച അപ്പൂപ്പ? എനിക്ക് താഴെ 15 മക്കളായിരുന്നു എന്റെ അച്ഛനും അമ്മയ്ക്കും. അപ്പൂപ്പൻ ഉപദേശം പറയാൻ വിളിച്ചാണോ അതോ അപ്പൂപ്പന്റെ അച്ഛന്റെ കുറ്റം പറയാൻ വിളിച്ചാണോ? ഞാൻ പറയട്ടെ. അന്നാണെങ്കിൽ ഉടുക്കാൻ തുണി പോലും ഇല്ലാത്തൊരു കാലം. അപ്പൂപ്പ 15 മക്കളെ ഞാൻ കൺവിൻസ് ആയി. ബാക്കി പറ. പറയട്ടെ. ആ 15 മക്കളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയും ശ്രദ്ധയും ഉള്ളത് എനിക്കായിരുന്നു. അതാ പല്ലിക്കാട്ടം പറക്കി തിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. ഏറ്റവും ടോപ്പിലുള്ള ഇങ്ങനെയാണെങ്കിൽ ബാക്കി 15 എണ്ണം എന്തൊരു തോൽവിയായിരിക്കും. അയ്യോ, ദോ സുമതി അമ്മൂമ്മ ഒന്നുകൂടെ ചന്ത പോന്നു. സുമതി അമ്മൂമ്മ രമണി അമ്മൂമ്മ ഒരുമിച്ച് പോന്നു. അപ്പൊ ഇത് ഒറിജിനല്ല. അപ്പൂപ്പ എഴുന്നേറ്റ്. ഒന്നേ എന്തു പറ്റി അപ്പൂപ്പ? ഗ്യാസാന്ന് തോന്നുന്നു. ഇല്ലല്ലോ അപ്പൂപ്പ. കുഞ്ഞൂട്ടാ, എന്തു പറ്റി അപ്പൂപ്പ? സുമതി രമണി എവിടെ? പഴുത്തല, എന്തൊരു കഷ്ടമായത്. ഇത് ചെതലിട്ട് കത്തിച്ചാല് സൈഡിൽ കൂടെ 2 അമ്മച്ചിമാര് പോയി കഴിഞ്ഞാൽ ചാടി അങ്ങ് എഴുന്നേക്കില്ല. മക്കളെ
ആ ചുമന്ന ഗുളികയും എടുത്തടാ. ഇതാ അപ്പൂപ്പ. എനിക്കിപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ കൊച്ചുമോനായ നിന്നോടാ മോനെ. ശരിക്കും അപ്പൂപ്പ ഇത് തന്നെ അതിലെടുത്ത് ഇറങ്ങിയ അത് മഞ്ചാടിക്കുരു വരുന്നു. വൈകിപ്പോയി അപ്പൂപ്പ. അപ്പൂപ്പന്റെ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി അപ്പൂപ്പ. വൈകിപ്പോയി. നീ ആരോടാ ബൈക്കിൽ പോയെ? ബൈക്കിൽ പോയെന്നല്ലോ, വൈകിപ്പോയി അപ്പൂപ്പ. എന്തിനാ അപ്പൂപ്പനും കരയുന്നത്? പട്ടി ആ തലകളുണ്ട് ഇവിടെ. ഇതാ പണ്ടാരക്കാരൻ നീ ഇനി കരയില്ല. ഇല്ല. ആ രംഗപ്പെട്ടി കണ്ടോ? ആ കണ്ട്. അതിനകത്ത് എന്റെ പെൻഷൻ കാശും അല്ലാതെ ഞാൻ സ്വരുക്കൂട്ടി വെച്ച കുറെ പണമുണ്ട്. അതിനി നീ എടുത്തോ. എനിക്കാ? നിനക്ക് പോയി എടുത്തോടാ. എന്തൊരു പുണ്യം ചെയ്ത കൊച്ചുമോനെ ഞാൻ. സ്വന്തം മോന് പോലും കൊടുക്കാതെ ചെറുമോന് തന്നെ തന്നല്ലോ. എടാ, പത്രവും ന്യൂസും വായിക്കാത്ത മുതുകണ്ടേ? ഇത് നിരോധിച്ച 2000-ന്റെ നോട്ടാ. ഇനി അത് വെച്ച് എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്, എന്താണേലും കത്തിക്കുമല്ല. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങ് വെച്ച് കത്തിച്ചോ. ആരെയൊന്ന് കത്തട്ടെ നിങ്ങള്. അപ്പോടാ പൂപ്പ. കണ്ട, നമ്മളെ മനസ്സിലാകുന്നുണ്ട്. എന്തോ ആരാധകരാണ്. എടാ മൊണ്ണെ, അത് ടൂറിസ്റ്റ് ബസിന്റെ ഫോണ്. ബമ്പർ ചിരി സ്കിറ്റ് കളിച്ചൊന്ന് 5 അടിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ നാട് വിടുന്നൊക്കെ ഭയങ്കര മോശമല്ലേടാ. കെവിനെ, നിനക്കങ്ങനെ പറയാം. ഗോൾഡൻ ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചോറും മീനും തരും. ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിന് മീൻ കട്ടാക്കും. 15 അടിച്ചു കഴിഞ്ഞാൽ അതിന് കറി കട്ടാക്കും. ഇപ്പൊ നമുക്ക് 5 അട അടിച്ചിരിക്കുന്ന വീട്ടിൽ നിന്ന് ചോറ് പോലും തരത്തില്ലടാ. എടാ, ഈ 5 അടിച്ചത് നമ്മുടെ തലയിൽ ഇടാതിരിക്കാനായിട്ട് എന്റെ ഒരു വഴിയുണ്ട്. എന്താ അത്? പറ പറ പറ. എടാ, പിശാരടി ഉണ്ടായിരുന്നപ്പോഴല്ലേടാ നമുക്ക് മൊത്തം ബമ്പർ അടിച്ചോണ്ടിരുന്നത്. അതെ. ഇതിപ്പോ ബിബിൻ ജോർജ് വന്നതിന്റെ എറണക്കേടാന്ന് പറഞ്ഞു വരുത്താം. പോടാ അവിടുന്ന് ചുമ്മാ. ബാബാ, ബിബിൻ ചേട്ടൻ എന്തോ പഴച്ചു പുള്ളിയുടെ തലയിലോട്ട് ഇടാൻ വേണ്ടിട്ട്. എങ്കിൽ നമ്മുടെ ഗ്രൂമറിന്റെ തലയിടാ, അതായിരിക്കും നല്ല. അയ്യ, അത് നടന്നത് തന്നെ. അതെന്ത്? പുള്ളി നമുക്കുള്ള സ്കിറ്റിന്റെ കണ്ടന്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ 6 തലയിൽ ഇടണം എന്നാണ് ആദ്യമേ ഫിക്സ് ചെയ്തത്. അതുകൊണ്ട് അത് ഒരിക്കലും നടക്കത്തില്ലടാ. ഓ, എടാ നമുക്ക് 5 അടിച്ചല്ല. അതാ പാവം കോട്ടയം നസീർക്കയുടെ മനസാക്ഷി കൊണ്ടാണ് നമുക്ക് 5 തന്നത്. അയ്യ, അത് മനസാക്ഷി കൊണ്ടൊന്നുമല്ല. മുമ്പ് ഏതോ ഒരു ടീം സ്കിറ്റ് കളിച്ചപ്പോ ഒന്നും അടിക്കാതെ വിട്ട്. അവര് പുള്ളിയിടത്തുനിന്ന് വണ്ടിക്കൂലി ചോദിച്ചു വാങ്ങിച്ചിട്ടാ പോയെ. അതുകൊണ്ട് ഇനി ഇതുപോലെ ആരും ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടാ പുള്ളി മനോരമയുടെ വകയെങ്കിലും 5000 തന്നത്. മനസ്സിലായ? എടാ, ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ചേർത്തലയിലുള്ള കോഴി ഫാം നടത്തുന്ന ജോമി അളിയന്റെ വീട്ടിൽ പോയാലോ? അത് കൊള്ളാം, അത് കീഴിലാടിയ. ഹലോ അളിയാ, അതെ, ഞങ്ങളൊരു 4 ദിവസത്തേക്ക് അവിടെ കാണും കേട്ടോ. എന്താ കട്ട് ചെയ്തിട്ട് പോയ? നമ്മൾ വരുന്ന ഇഷ്ടമില്ല ഇനിയും. കണ്ട, തിരിച്ചു വിളിക്കുന്നു. ഹലോ അളിയാ, ചെന്നോന്ന്. ഓ, സമ്മതിച്ചോ കർത്താവേ. അതെ അളിയാ, എന്ത് നേരത്തെ ഫോൺ കട്ട് ചെയ്തേ? ആണാ? ആ ശരി. എന്താ അവിടെ കോഴിക്കാട്ടം വാരായിരുന്ന ബംഗാളിയെ 4 ദിവസത്തേക്ക് പറഞ്ഞു വിട്ടെന്ന്. ഇനി എബിനും കെവിനും ഉണ്ടല്ലാന്ന്. എന്തൊരു അളിയനടാ അത്. നമ്മുടെ ചേച്ചിക്ക് എന്തുമാത്രം ആലോചന വന്ന്. കറക്റ്റ് ഈ വേട്ടാവളിയനത്തിന് എന്തിനാ നമ്മുടെ ചേച്ചി കെട്ടിയത്? അതിന് ചേച്ചിക്ക് അളിയനെ അത്രക്ക് ഇഷ്ടമാണോടാ കെട്ടാൻ വേണ്ടി? ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ഡെയിലി കോഴിക്കാലി കഴിക്കാല്ലേ. ഓഹോ, അതുകൊണ്ടല്ലേ. പിന്നില്ലേ. എങ്കിൽ പിന്നെ വേറെ ആരുടെ വീട്ടിൽ പോവാൻ? വേറെ ആരുടെ വീട്ടിൽ? ആ, ഒരു സ്ഥലമുണ്ട്. നിന്റെ കയ്യിൽ അപ്പനും അമ്മയ്ക്കും അറിയാൻ മേലാത്തൊരു സിം ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. അതിന്ന് അപ്പനെ വിളിച്ചിട്ട് പറ ഇവനെയും ഗവിനെയും കിഡ്നാപ്പ് ചെയ്തേക്കുമെന്ന്. ശരിയാ? അത് ടോൺ മാറ്റി സംസാരിക്കണം. ശരിയാ, അപ്പന്റെ അടുത്ത് ടോൺ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വോയിസ് എന്താന്ന് മനസ്സിലാവും. ഹലോ എടി, നീനെ ഇവിടെ ഉണ്ട്, നീ പിന്നെ വിളി. വെക്കല്ലേ. അയ്യേ, പൊന്നു ദൈവമേ, ഇങ്ങനൊക്കെ ഉണ്ടായിരുന്ന. നീ വേറെ ടോണിൽ സംസാരിക്കും. നിങ്ങളുടെ മക്കള് എവിനും കെവിനും. അവന്മാര് പറഞ്ഞതിന് 1.5 ലക്ഷം രൂപ ഓക്കെ ആണെങ്കിൽ വിളിക്ക്. ഇവിടെ നമ്മുടെ 5000 രൂപ എന്നൊക്കെ അല്ലടാ പറയുന്നേ. നമ്മളെ വെച്ച് കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഉണ്ടാക്കുന്നുണ്ട്. എടാ കെവിനെ,
നമുക്കെന്നാലും ഈ കല ആരുടെ നിന്നായിരിക്കടോ കിട്ടിയേ? അപ്പന്റെ നിന്നാണോ അതോ അമ്മയുടെ നിന്നാണോ? അമ്മ പറയണ ബമ്പർ അടിച്ച അമ്മയുടെ എന്നും അഞ്ചടിച്ച അപ്പന്റെ എന്നും. അങ്ങനെ അമ്മ പറയുന്നത് ശരി, അമ്മയാണ്. എന്നാലും കെവിനെ, നീ ഭയങ്കര ഭാഗ്യവാനാണ്. അതെന്താ കാര്യം ഞാനിപ്പോ എന്തായാലും സിനിമ കയറി വലിയ സ്റ്റാർ ആവും. അപ്പോ എന്തായാലും നിനക്ക് എന്റെ അതേ മുഖച്ചായ ആയതുകൊണ്ട് നിന്നെ എന്തായാലും എന്റെ ഡൂപ്പായിട്ട് വിളിക്കും, ഉറപ്പാ, ഷുവറായിട്ടുള്ള കാര്യാ. എന്താണ് മിണ്ടായിരിക്കുന്നത്? നമ്മക്ക് രണ്ടുപേർക്കും ഒറ്റ അപ്പനായി പോയി. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചോ. കേട്ടല്ല എടാ, അങ്ങനെ പറയല്ലടാ. എടാ വിശക്കുന്നടാ, എന്തേലും തിന്നാണ്ടോടാ. അവിടുന്ന് വരെ ഒന്നും കഴിക്കാതെ വന്ന് എനിക്കും വിശക്കുന്നുണ്ട്. എടാ, ആ ബാഗിനകത്ത് ഞാൻ കുറച്ച് മിച്ചറും മുറുക്കും മാറ്റി വെച്ചിട്ടുണ്ട്. എടാ അത് പറയണ്ട നേരത്തെ. ദൈവമേ, ഇതുപോലത്തെ ഒരു അനിയനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഇവിടെ പട്ടിണി കിടന്നേനെ. ഏയ് എന്താ കുഴമ്പും തൈലവും കഷായവും ഒക്കെ? ദൈവമേ, എന്തു പറ്റി? അയ്യോ, ബാഗ് മാറിപ്പോയടാ. മഞ്ജു ആന്റിയുടെ ബാഗ് എടുത്തോണ്ട് വന്നേ. അയ്യോ, പാവണ്ടാ, നീ ഇങ്ങനൊന്നും കളിയാക്കാളാ. എന്ത് മഞ്ജു ആന്റിയെ കളിയാക്കാന്ന്? അങ്ങനെ കളിയാക്ക. നീ തന്നെ നോക്ക്, ബാക്കിയുള്ള സിനിമാ നടിമാരാണെങ്കിൽ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പ്രായം പറയൂല. പക്ഷെ നമ്മുടെ മഞ്ജു ആന്റി കഴിഞ്ഞ ആഴ്ച ഫ്ലോറിൽ കയറിയപ്പോ സ്വന്തം വയസ്സ് പറഞ്ഞു. 20 വയസ്സ് കുറച്ച്. പിന്നില്ലേ? കോള്. ഡേയ്, ദിവാകരൻ മാമൻ വിളിക്കുന്നു. ദിവാകരൻ മാമൻ, എട്. ഹലോ മാമ. ഹലോ, എടാ മക്കളെ. ഓ എടാ, നിങ്ങളെ മറ്റേ ഷൈൻഡോ ചാക്കയുടെ സ്കിറ്റ് ആരെടാ എഴുതിയേ? ആര് എഴുതിയെന്ന് ചോദിക്കുന്നു. എന്ത് പറയണം? പുള്ളി എഴുത്തുകാരനാ, കോട്ടയംകാരനാ. എങ്കിൽ അമ്മ എഴുതിയെന്ന് പറ. ഹലോ മാമ. ഓ, അമ്മയാ സ്കിറ്റും പിന്നെ കൗണ്ടറും പ്ലേയും എല്ലാം അമ്മയാ സെറ്റ് ചെയ്ത് തന്നെ. നല്ല കൊള്ളാ കേട്ടാ. ശരി മാമ. അതെന്താ അമ്മ എഴുതിയെന്ന് പറയാൻ പറഞ്ഞേ? കോട്ടയത്തു നിന്ന് ഏത് കോള് വന്നാലും അമ്മ എഴുതിയെന്ന് പറയണം, നമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓഹോ. അമ്മയ്ക്ക് സ്കിറ്റ് എഴുതാൻ അറിയാവോന്ന്? അമ്മയ്ക്ക് സ്കിറ്റ് എഴുതാൻ അറിയാവോന്ന്? എടാ, ഒരു ദിവസം പലചരക്ക് കടയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലിസ്റ്റ് അമ്മ അപ്പൻ എഴുതി കൊടുത്തു വിട്ടു. 3 ദിവസമാണ് അപ്പനെ ആ കടക്കാരൻ പിടിച്ച് കെട്ടിയിട്ടത്. എന്തിനെന്നാ? ഞാൻ പിന്നീട് അപ്പന്റെ കാര്യം അന്വേഷിക്കാൻ ഞാൻ കടയിലോട്ട് ചെന്നപ്പോ ആ കടക്കാരൻ എന്റെ അടുത്ത് പറയാ, മക്കളെ, നിന്റെ അച്ഛൻ എന്നോട് എന്തേലും വിരോധമുണ്ടോ? ഈ കടലാസി മൊത്തം തെറി എഴുതിക്കൊണ്ട് എന്തിനാ പിന്നെ വന്നതെന്ന്. സൂപ്പറായിട്ടാണ് അമ്മ സ്ക്രിപ്റ്റ് എഴുതുന്നത്, സൂപ്പറായിട്ട്. ഡേയ്, 2 പോലീസുകാർ കുറെ നേരമായിട്ട് നമ്മളെ വാച്ച് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നമ്മളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ മറ്റേ സാധനം ഇട്. അടുത്ത ചോദ്യം 25,000 രൂപയുടെ ചോദ്യമാണ് ടിൻറ്റോ. എന്ത് പറ്റി ടിൻറ്റോ? ഭയങ്കര പനി. 25,000 രൂപയുടെ. എന്തിനാ ടിൻറ്റോ? ഹലോ സാർ, വൈറ്റ് ലാഹ ബോവർ സാർ. 2 ചെറുപ്പക്കാര് സമനില തെറ്റി എന്തൊക്കെയോ പിച്ചും പോയി പറഞ്ഞോണ്ടിരിക്കുകയാണ് സാർ. ഓവർ സാർ. ഒറ്റ ഇടി വെച്ച് തന്നാണല്ലോ, അവന്റെ ഓരോ ഐഡിയയും കൊണ്ട് വന്നോളൂ. ഞാൻ വിചാരിച്ചു അവര് നമ്മുടെ സ്കിറ്റ് കണ്ടിട്ടുണ്ടോ. അമ്മ വിളിക്കുന്നു. അമ്മയുടെ അടുത്ത് പറ, ആ നശിച്ച വീട്ടിലേക്ക് ഗെവിനും ഇനി കാല് കുത്തത്തില്ലെന്ന് വിളിച്ചു പറയടാ. ഓക്കെ, ഇനി ആ നശിച്ച വീട്ടിലേക്ക് ആണോ? ശരിക്കും? ശരി. എന്താടാ? വീട്ടിൽ നിന്ന് ഒരു ഫുൾ ഷവായി വാങ്ങിച്ചു. കെവിനെ, ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം മാറും, പക്ഷെ എന്റെ മാറത്തില്ല. ഞാൻ പോണു. നീ പോവാണോ? ഞാൻ പോവും. നീ പോയി കഴിഞ്ഞാ ഗെവിനും ഇവിടുന്ന് പിരിയുക. ഞാൻ പോവാ. ആണ് എങ്കിൽ ഗെവിനും ഇവിടുന്ന് പിരിഞ്ഞ്. പ്രിയപ്പെട്ട ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു വിഷമ വാർത്ത. ഗെവിനും ഇവിടുന്ന് പിരിയുകയാണ്. നീയൊക്കെ ഏതറാ? അറിയത്തില്ലേ? നീ ഇവിടുന്ന് പോ. നീ ഇവിടുന്ന് പോവെന്ന് പറഞ്ഞാ ഞാൻ പോവും. കെവിനെ, നീ ഇവിടുന്ന് പോയാ അപ്പന്റെ വിഗ് എടുത്ത് പൂച്ചയ്ക്ക് ഉടുപ്പ് കഴിച്ചു കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. അയ്യോ, അതിനിപ്പോ എന്താ? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നാ. അപ്പനൊരു കല്യാണത്തിന് പോയിട്ട് അവിടുത്തെ എല്ലാരും അപ്പനെ നോക്കി ചിരിക്കുമായിരുന്നു. അതെന്തിന്? പിന്നെ വിഗിന് പകരം തലേ പൂച്ച വെച്ചോണ്ട് കിടന്നു കഴിഞ്ഞാൽ ചിരിക്കൂലേ? എവിനെ, ഞാൻ പോവും. നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നമ്മുടെ അളിയനെ ഡെയിലി വിളിച്ച് ഫോണിൽ കൂടെ പൈസ വാങ്ങിച്ചെടുക്കുന്ന ചിഞ്ചു നീയാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അതെന്താ ചിരിക്കുന്നേ? ഈ കാണുന്ന വെയിറ്റും തടിയും ഒക്കെ ഉള്ളടാ അളിയന്. ഓണിക്കൂടെ 2 മിനിറ്റ് ഒന്ന് പെൺസെടുത്തി സംസാരിച്ചു നോക്ക്, നമ്മള് വരെ പ്രേമിച്ചു പോവും. ഇടയ്ക്ക് പിന്നെ ഞാൻ കാര്യമായിട്ട് പറയാം. നമ്മള് പിരിഞ്ഞു കഴിഞ്ഞാ ശരിയാവൂലടാ. നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെയാണ് നമുക്ക് പല പല നേട്ടങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ നമ്മൾ ഇനി പിരിയണ്ട സഹോദര. ഒരു ഷവായിയുടെ കാര്യം വന്നപ്പോ വായിക്കൂടെ വരുന്ന സാഹിത്യങ്ങളുണ്ടാ. ഞാൻ പറഞ്ഞാലും കാര്യമില്ല. നീ പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്ക് പിരിഞ്ഞാൽ ശരിയാവൂല. നമ്മൾ എന്തൊക്കെ നേട്ടങ്ങളാ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത്. അതെ. അപ്പൊ ഒരു കാര്യം കൂടെ പറയണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത.
യവനും കെവിനും വീണ്ടും ഒന്നിക്കുന്നു. ചേടാ യുവമാര് ഇതുവരെ പോയില്ലടാ. കണ്ട ആര് വീട് ഇവിടെ ലാൽ ജോസ് സാറാണോ വിളിക്കുന്നത്? ട്രൂ കളർ കണ്ട. ഹലോ സാറേ. യവനല്ലേ? അതെ ലാൽ ജോസാണ്. ആ. അപ്പൊ അടുത്തൊരു മലയാളത്തിലൊരു പുതിയ സിനിമ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരു കേന്ദ്ര കഥാപാത്രം നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഞാൻ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാള് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങണം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. നടക്കത്തില്ല, ഞാൻ പോവും. അതെന്ത്? അത് ഞാൻ പോവും. എനിക്ക് ഷുഗർ ഷുഗറും കൊണ്ട് നീ വീട്ടിൽ ഇരി. പറ്റത്തില്ല, ഞാൻ പോവും. കെവിനെ നീ ഞാൻ അങ്ങനെ പറയില്ല. ഷെൽട്ടൺ ചാക്കോന്റെ കെവിനെ സ്കിറ്റ് കളിച്ച ലീഡുകൾ ഞാൻ. അളിയാ പറ. അളിയല്ല, സോറി. അപ്പം പറ, ഇതില് ആര് വേണം? ഞാൻ പോണോ അത് യവൻ പോണോ? പറ ആര് പോണോന്ന് പറ. വേണ്ട വേണ്ട വേണ്ട, ആരും പറയണ്ട. ടോസ് ചെയ്യാം. അവര് എന്നെ പറഞ്ഞോളൂ. കൈ നിട്ട് കളിക്കുന്ന ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രാഞ്ചി. ഇന്നെന്റെ പ്രാങ്കിങ് ഷോയിൽ ഇരയാവാൻ പോകുന്നത് വേറെ ആരുമല്ല, എന്റെ സ്വന്തം അളിയൻ. അളിയനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. സ്വന്തം അപ്പൂപ്പന് വയ്യാതെ ഓക്സിജൻ വലിച്ചു കിടന്ന സമയത്ത് ഓക്സിജൻ സിലിണ്ടർ മറിച്ച് വിറ്റ് ഉത്സവപ്പറമ്പിലെ ബലൂൺ വാങ്ങിച്ച് അയിലെ കാറ്റ് മൂക്കിലടിച്ച് വെച്ചിട്ട് ഓക്സിജനാന്ന് പറഞ്ഞു പറ്റിച്ച ആളാണ് എൻ്റെ സ്വന്തം അളിയൻ. മാത്രമല്ല അളിയൻ ഒരു ഇറച്ചി വെട്ടുകാരനും കൂടെയാണ്. ലേശം മുടയുള്ളതുകൊണ്ട് ഏത് വിധത്തിൽ പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്കൊന്ന് പ്രാങ്ക് ചെയ്യാം. ലൈവിൽ എല്ലാവരും ഉണ്ടാവണം കേട്ടോ. അയ്യോ, അളിയൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പോക്കറ്റ് വെക്കാം. എന്താളിയാ, ഇന്ന് ഇറച്ചി വെട്ടാൻ പോണ്ടേ? ഇല്ലടാ, ഞാൻ ഈ വെട്ടുകത്തിയുടെ ചെവി ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പോയി 2 വെട്ട് വെട്ടിട്ടിങ് നിനക്ക് എന്തൊക്കെ അറിയണോടാ? അളിയ, ഞാൻ ചുമ്മാ ഒരു കാര്യം പറഞ്ഞെന്നേ ഉള്ളു. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. അളിയ എന്തിനാ ഈ കൃതാവ് മാത്രം നരപ്പിച്ച് വെച്ചേക്കുന്നത്? അത് ഞാനും കൊല്ലം തുളസി ഒരേ വേവ് ലെങ്താ. അത് പുള്ളി ഇവിടെ മാത്രം നരച്ചിട്ടുണ്ട്, എന്റെ ഇവിടെ മാത്രം നരച്ചിട്ടുണ്ട്. നിനക്ക് എന്തൊക്കെ അറിയണോടാ? അളിയ എന്തിനാ അവിടെ ഇട്ട് പിരിക്കുന്ന? ഉള്ളിടത്തല്ലേ പിരിക്കാൻ പറ്റൂ. അളിയ നിങ്ങളുടെ ദേഷ്യം എന്തുകൊണ്ടാന്നൊക്കെ എനിക്കറിയാം. സ്ത്രീധനം തരാത്തതിന്റെ ദേഷ്യമല്ലേ? ആണെന്ന് കൂട്ടിക്കോടാ. സ്ത്രീധനം കിട്ടാത്തതിന്റെ മൂച്ച തന്നെ പോടാ. അളിയ, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും കുറ്റകരമാണ്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും കുറ്റകരാ. പക്ഷെ അത് തരാന്ന് പറഞ്ഞിട്ട് തരായിരിക്കുന്ന വെറും തന്തയില്ലാത്തരമാണ്. നിന്റെ വീട്ടിൽ കൊലച്ച വാഴ വെട്ടിവിട്ടേക്കുന്ന പോലെ ഒരാളിങ്ങനെ ചാരി ഇരിപ്പുണ്ടല്ലോ നിന്റെ തന്ത. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ പുള്ളി എന്റെ മുഖത്ത് നോക്കി എന്തോ പറഞ്ഞേ? മക്കളെ, എനിക്കുള്ള എല്ലാം എന്റെ മോക്ക് സ്വന്തമാണ്. അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ അല്ലേതാ. പുള്ളിയുടെ കയ്യിൽ ആകെ ഉള്ളത് ട്യൂബ് പോയൊരു സൈക്കിളും കാലൊടിഞ്ഞൊരു രംഗപ്പെട്ടിയും. ഇത് വെച്ച് ഞാൻ എന്തോ അളിയ നോക്കിക്കോ, എന്റെ അച്ഛനെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അളിയനാന്നൊന്നും ഞാൻ നോക്കൂല. ആ മുഖത്ത് നോക്കി എനിക്ക് അടിക്കണമെന്നുണ്ട്. പക്ഷെ ആ കൃതാവി കൊണ്ടെന്റെ കൈ മുറിയോന്ന് പേടിച്ചിട്ട്. പാവം എന്റെ അച്ഛൻ എന്തോ ചെയ്തിട്ടാ. നിങ്ങൾ എന്തിനാ ചുമ്മാ എന്റെ അച്ഛനെ കുറ്റം പറഞ്ഞു? പാവം അച്ഛൻ. ആര് പാവം? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ പാവം? അതെ. നിങ്ങൾ കേക്കണം. പുള്ളി വയ്യാണ്ട് കൈയും കാലും ഒടുങ്ങി കിടന്ന സമയത്ത് കൊച്ചിയിൽ നയൻതാര വന്ന് നിറങ്ങി ആ ഫ്ലോറിന്റെ തട്ടിൽ ഇങ്ങനെ തല പൊക്കിയിട്ട് നയൻതാര അടുത്ത് ചോദിക്കുക, മോളെ ഞങ്ങളുടെ അർണോൾഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കൊച്ചൊരു വീഡിയോ ചെയ്ത് തരാമോ പ്ലീസ് എന്ന്. പുള്ളിയാണോ പാവം? അത് പുള്ളി രക്ഷാധികാരിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനമല്ലേ? അതിനൊരു ആശംസ എവിടെയാ പറഞ്ഞ ഇത്ര വലിയ തെറ്റ്? അതെ, അർണോൾഡ് ക്ലബ് എന്ന് പേരും അതിനകത്ത് കയറി കഴിഞ്ഞാൽ മുറുക്കാനിരിക്കുന്ന ശബ്ദവും കുഴമ്പിന്റെ നാറ്റവും വേറൊരു തേങ്ങാക്കൊലയും ഇല്ല. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. അവിടുത്തെ അപ്പൂപ്പന്മാരുടെ കഴിവൊന്നും നിങ്ങക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ അതിനകത്തെ റൂമിൽ കയറി ഒന്ന് നോക്കണം കഴിവാണെങ്കിൽ. ഞാൻ കണ്ടായിരുന്നടാ, പപ്പട അടിക്കിട്ടേക്കുന്ന പോലെ ഇത്ര CD. നല്ല കഴിവ്, നല്ല സൂപ്പർ കഴിവ്. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് കേട്ടോ ഗൈസ്. ഇത് ശ്രദ്ധിക്കല്ലേ. അല്ല, ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട്. അങ്ങനെ പറയൂ. ആര്? ഞാൻ. നീ സ്ക്രിപ്റ്റ് സ്വന്തം അച്ഛന്റെ പേര് ഋഷികേശൻ കൈമളന്ന് SSLC ബുക്കിൽ എഴുതാൻ അറിയാൻ വയ്യാത്തോണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി കുഴലിനകത്ത് ഒളിച്ചിരുന്ന പട്ടി നീയാണോ സ്ക്രിപ്റ്റ് റൈറ്റർ? പിന്നെ 7ാം പൊക്ക അറബിക്കടലിലല്ലേടാ നിന്നെ പൊക്കിയെടുത്ത് നാറി. എടാ അളിയാ, വെയിലത്ത് പോയി മൂത്രം ഒഴിച്ചിട്ട് സ്വന്തം മൂത്രത്തിലെ മഴവില് കണ്ട് ആസ്വദിച്ച പട്ടി നിങ്ങൾ എന്നെ കളിയാക്കാൻ നിൽക്കുന്ന വെട്ടിക്കത്തിയ കയ്യിലിരിക്കുന്ന വരയും ഞാൻ നിന്നെ. പിന്നെ അത് വെച്ച് വെട്ടിട്ട് ഒരു വെറ്റില പോലും കീറുന്നില്ല. അപ്പോഴല്ലേ എന്റെ കഴുത്ത് വെട്ടാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഈ വെട്ടുകത്തി വെച്ച ഒരു പോത്തിനെ വെട്ടിയ അതിന് ഇക്കിളി വന്നിട്ട് തിരിഞ്ഞ് നിന്ന് നിങ്ങളെ കൊഞ്ഞണം കുത്തി കാണിച്ചിട്ടല്ലേ ഓടിപ്പോയത്. പോടാ കൊച്ചിയർക്കാ. അപ്പൊ ഗൈസ്, നമുക്ക് പ്രാങ്കിലോട്ട് കടക്കാം കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ ലൈവില് കാണാം. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ പ്രാങ്ക്. ഹലോ ഡോക്ടർ. ഒരാഴ്ച കഴിഞ്ഞാ അളിയൻ മരിച്ചു പോന്ന? ഓ മൈ ഗോഡ്.
ശരി അളിയ, കഴിഞ്ഞ ആഴ്ച വല്ലോ അളിയൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വല്ലതും പോയായിരുന്നു? പോയെങ്കി ഡോക്ടറെ ഇപ്പൊ എന്നെ വിളിച്ച. ഇത് ഡോക്ടർ പറഞ്ഞ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മരിച്ചു പോകുന്നു. പോടാ ഉള്ള അളിയ, പോടാ പോടാ. സത്യം ഡോക്ടറിനെ വേണം വിളിച്ചു ചോദിച്ചു. ചെറുക്കൻ്റെ ഹലോ ഡോക്ടറെ, യവൻ പറയുന്നത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മരിച്ചു പോകുന്നു. അതൊക്കെ ഉള്ള ഒരാഴ്ച കഴിഞ്ഞ് മരിച്ചു പോകുന്നു പറയാ. എങ്ങനെ ഞാൻ മരിച്ചു അയ്യോ ഞാൻ മരിച്ചു പോകുന്നതാ പറയുന്നത്. ഞാനെന്തോ ചെയ്യോളാ? അയ്യോ അയ്യോ ഞാൻ മരിക്കാൻ പോവാണേ, ഞാൻ മരിക്കാൻ പോവാണേ, ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണേ. അയ്യോ 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 മരിക്കാൻ പോവാണേ. ഫോണിങ്ങട് ഫോണിങ്ങട് ഫോണിങ്ങടാ. വെട്ട് കത്തി വെച്ച് ഞാൻ പറയും. ഫോണിങ്ങട് താരിയാളിയായി വിളിക്കാൻ ആ പോടാ. ഹലോ പ്രസിഡന്റ്, ഞാനാ. ആ പ്രസിഡന്റും ലീല മെമ്പറും തമ്മിലുള്ള അവിഹിതം ഞാനാണ് ഫ്ലെക്സ് കയറ്റി ഒട്ടിച്ചു വെച്ചത്. കുഴിത്തൊരു തെറിയാ വിളിച്ചേ. എന്തൊക്കെയായി കാണിക്കുന്നത്? ഞാൻ മരിക്കാൻ പോവാ. പ്രസിഡന്റ് വെച്ച് മറ്റേ കക്കൂസിന് അപേക്ഷ കൊടുത്തല്ലേ അളിയൻ? മരിക്കാൻ പോകുന്ന എനിക്ക് എന്തിനാടാ സുഖം? അയ്യോ അയ്യോ കാർത്തിക് മരിക്കാൻ പോവാണ്, മരിക്കാൻ പോവാണേ, മരിക്കാൻ പോവാണേ, ഞാൻ മരിക്കാൻ പോവാണേ, മരിക്കാൻ പോവാണേ. ആ മഞ്ജു പിള്ളയുടെ പോത്ത് ഫാമിലെ പോത്ത് എന്തുകൊണ്ടാ വിറ്റു പോത്തേന്നറിയാവോ? അതിനൊക്കെ കുളമ്പ് രോഗം ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിയത് ഞാനാണ്. ഇതെല്ലാവർക്കും കാണാവേ കേൾക്കാവേ, ഇന്നും കാണിക്കല്ലോ പ്ലീസ്. ബിബിൻ ജോർജിന്റെ പാട്ട് കൊള്ളാന്ന് പറഞ്ഞ് കമന്റ് ഇട്ട് വീണ്ടും വീണ്ടും പുള്ളിയെ പ്രചോദിപ്പിച്ച് വീണ്ടും വീണ്ടും പാടിപ്പിച്ച് ബാക്കിയുള്ളവരെ വെറുപ്പിച്ചത് ഞാനാണ്. അത് ഞാനാണ്. പോളാ നിനക്ക് പെണ്ണ് കിട്ടാത്ത എന്തുകൊണ്ടാന്ന് നിനക്കറിയാവോ? എനിക്ക് കിട്ടാത്തോണ്ട്, പെണ്ണ് കിട്ടാത്തോണ്ടല്ലേ? അതുകൊണ്ടല്ല, പിന്നെ നീ പെണ്ണ് കാണാൻ പോകുന്നിടത്ത് ഞാൻ പറയും നീ ഇപ്പോഴും സ്നഗി ഇട്ടാ കിടന്നുറങ്ങുന്നത്. അയ്യോ ഏത് ഇനി ഞാൻ തരൂല. പോടാ ഇനി ഞാൻ പോടാ പോടാ. അളിയ നിക്കളിയാ. ഇനി എന്താ ചെയ്യാൻ പോവാ? ഞാൻ നിന്റെ പെങ്ങളെ വിളിക്കാൻ. പെങ്ങളെ എന്തിനാ വിളിക്കാൻ പോകുന്നത്? പോടാ. അളിയ വൃത്തിയാടൊന്നും കാണിച്ചു കളയില്ല. ഹലോ രമണി, ഞാൻ നിന്നെ ഇത്ര നാൾ ചതിക്കുമായിരുന്നറി. നീ അല്ലാതെ എനിക്ക് തമിഴ്നാട്ടിൽ പുന്നകൈ മണ്ണത്തി എന്ന് പറഞ്ഞൊരു കൊണ്ടാട്ടി, മൈന എന്ന് പറഞ്ഞൊരു കൊളന്തയും ഉണ്ടടി. കാണിക്കുന്നത് പോടാ. ഞാൻ മരിക്കാൻ പോവല്ലേ, ഞാൻ മരിക്കാൻ പോവല്ലേ. ഞാൻ ഒരു സത്യം പറയട്ടെ. എന്ത്? ഞാൻ ഒരു സത്യം പറയാൻ പോവാ. പറയടാ. ഇത്ര നേരം ഞാൻ ചെയ്തു കൂട്ടിയെല്ലാം എന്റെ പ്രാങ്ക് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു. ലൈവ് ക്യാമറകള് എല്ലാം ലൈവാളിയ പ്രാങ്ക്. എന്തോ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. പ്രാങ്കാന്ന് മാത്രം പറയല്ലേ. ഞാൻ കൊല്ലൂല. ഇത്രയൊക്കെ ആയതല്ലേ കൊല്ല. അളിയ ഇത് പ്രാങ്ക് അളിയ, ചുമ്മാതല്ലേ. ഈ പണ്ടാരിട്ട് മുറിച്ച കൊല്ലത്തും ഇല്ല, ചാവത്തും ഇല്ല. അളിയ എന്തുവാ ഇത്ര പ്രശ്നം? ചേച്ചി അറിയുമെന്ന് വിചാരിച്ചാണോ? ഒരു പ്രശ്നമില്ല. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രാങ്ക് ഷോ ആണ്, ലൈവ് ഒക്കെ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല. നിന്റെ പെങ്ങളെ പറകെ എങ്ങനെയാലും മനസ്സിലാക്കാടാ. ആ തമിഴ്നാട്ടിൽ കിടക്കുന്ന അവളെ പറകിയാ എങ്ങനെ മനസ്സിലാക്കൂടാ? അളിയ